ക്രിസ്തുവിൽ സ്നേഹമുള്ളവരെ, ഒരു വലിയ രഹസ്യത്തെ ധ്യാനിക്കുന്ന ദിവസമാണ്. ത്രിത്വൈകം എന്ന വലിയ രഹസ്യത്തെ ധ്യാനിക്കുന്ന ഒരു ദിവസം. ഈ പരിശുദ്ധ ത്രിത്വത്തെ കുറിച്ച് ധ്യാനിക്കുന്ന ദിവസം സഭ പരിശുദ്ധത്വത്തെക്കുറിച്ച് പഠിപ്പിക്കുന്ന കാര്യം എങ്ങനെയാണ്? ദൈവം ഏകനാണ്, ഏകനായ ദൈവത്തിൽ മൂന്നാളുകളുണ്ടെന്ന് പഠിപ്പിച്ചു. എന്നിട്ട് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ പഠിപ്പിക്കുന്നുണ്ട്, ദൈവത്തിൻ്റെ ത്രിത്വൈകാത്മസത്തയുടെ അടയാളങ്ങൾ യേശുക്രിസ്തുവിൻ്റെ വെളിച്ചത്തിൽ, അത് പഴയ നിയമത്തിൽ തന്നെ യഥാർത്ഥത്തിൽ സൃഷ്ടി മുഴുവനിലും നമുക്ക് കണ്ടെത്താം. ത്രിത്വൈക സത്തയായ ദൈവത്തിൻ്റെ അടയാളങ്ങൾ നമുക്ക് കണ്ടെത്താം. അപ്പോൾ ക്രിസ്തുവിലാണ് ഈ ത്രിത്വൈക ദൈവത്തിൻ്റെ സത്തയെ നമുക്ക് കണ്ടെത്തുന്നത്. ക്രിസ്തു തന്നെയാണ് അത് പഠിപ്പിച്ചത്. ക്രിസ്തുവിനെ പഠിപ്പിക്കുന്നുണ്ട്, പിതാവായ ദൈവത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്, സഹായകനായ പരിശുദ്ധാത്മാവിനെക്കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്. ഈ ത്രിത്വൈക ദൈവത്തെക്കുറിച്ച് പഠിപ്പിക്കുന്ന ക്രിസ്തു ത്രിത്വൈക ദൈവത്തിൻ്റെ സ്വഭാവം എന്താണെന്ന് തൻ്റെ ജീവിതം കൊണ്ട് പഠിപ്പിക്കുന്നുണ്ട്. ത്രിത്വൈക ദൈവത്തിൻ്റെ സ്വഭാവം സ്നേഹമാണ്. ആ സ്നേഹത്തിന് വേണ്ടി ലോകത്തെ മുഴുവൻ സ്നേഹിച്ചതിൻ്റെ ഓർമ്മയോടുകൂടെ തൻ്റെ ജീവൻ മുഴുവൻ നൽകിയാണ് ആ സ്നേഹത്തെക്കുറിച്ച് പഠിപ്പിച്ചത്. അപ്പോൾ ക്രിസ്തുവിലൂടെയാണ് ത്രിത്വൈക ദൈവത്തെക്കുറിച്ചും ത്രിത്വൈക ദൈവത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ചും നമ്മൾ അറിഞ്ഞത് എന്ന് സഭ നമ്മെ പഠിപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നു. ഇത് മനസ്സിലാക്കാൻ നമുക്കത് ബുദ്ധിമുട്ടാണ്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരാൾ എൻ്റെ അടുത്ത് കുറേ സംശയങ്ങൾ ചോദിച്ചിട്ട് ഞാൻ ആ സംശയങ്ങൾക്ക് ഉള്ള ഉത്തരങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുമ്പോൾ ആ മനുഷ്യൻ പറയുന്നുണ്ട്, കൂടുതൽ അറിയാതിരിക്കണം നല്ലത് എന്ന്. കൂടുതൽ അറിയാതിരിക്കുന്നത് ബുദ്ധി കൊണ്ട് അറിയാതിരിക്കണം നല്ലത്, ഹൃദയം കൊണ്ട് അറിയണം. ഒരു ക്രിസ്ത്യാനി, ഒരു ക്രിസ്തുവിൻ്റെ ശിഷ്യൻ എപ്പോഴും അറിയേണ്ടത് ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ അറിയേണ്ടത്, ത്രിത്വൈക ദൈവത്തിൻ്റെ സ്വഭാവത്തെ അറിയേണ്ടത് തൻ്റെ ഹൃദയം കൊണ്ടാണ്, ബുദ്ധി കൊണ്ടല്ല എന്ന വചനം നമ്മളെ പഠിപ്പിക്കുന്നു. അപ്പോൾ ഹൃദയം കൊണ്ട് അറിയണമെങ്കിൽ തീർച്ചയായിട്ടും പരിശുദ്ധാത്മാവിൻ്റെ കൃപ നമുക്ക് ആവശ്യമാണ്. അതുകൊണ്ടാണ് യേശുനാഥൻ തന്നെ പഠിപ്പിച്ച്, പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോഴാണ് നിങ്ങൾക്ക് സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നയിക്കുക. യോഹന്നാൻ്റെ സുവിശേഷം 14:26 പറയുന്നുണ്ട്, എൻ്റെ നാമത്തിൽ അയക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുകയും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതെല്ലാം നിങ്ങൾ അനുസ്മരിപ്പിക്കുകയും ചെയ്യും. അപ്പോൾ ക്രിസ്തു പറഞ്ഞ കാര്യങ്ങൾ അതിൻ്റെ പൂർണ്ണതയോടുകൂടെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവ്, സഹായകനായ പരിശുദ്ധാത്മാവിൻ്റെ കൃപ വേണം. സഹായകനായ പരിശുദ്ധാത്മാവിൻ്റെ കൃപയോടുകൂടെ ഹൃദയം കൊണ്ട് മനസ്സിലാക്കണം. ബുദ്ധി കൊണ്ട് മനസ്സിലാക്കുന്നവർക്ക് തെറ്റ് സംഭവിക്കും. സഹായകനായ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച് അതിൻ്റെ അഭിഷേകത്തോടുകൂടെ നിറഞ്ഞ പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, റോമാക്കാരുടെ ലേഖനം 1-21 യുക്തിവിചാരം കൊണ്ട് വിവേകരഹിതരും അന്ധകാരത്തിലാണ്ടുപോകുന്നവരുമായി ജ്ഞാനികളെന്ന് അവകാശപ്പെട്ട് ഭോഷന്മാരായി തീർന്നു. അപ്പോൾ ആ ബുദ്ധി കൊണ്ട് ഈ രഹസ്യങ്ങളെ മനസ്സിലാക്കുവാൻ, ദൈവത്തിൻ്റെ സ്വഭാവത്തെ, ദൈവത്തെ അറിയുവാനായിട്ട് പരിശ്രമിക്കുന്നവരൊക്കെ ദോഷന്മാരായിട്ട് മാറുമെന്ന് പറയുന്നുണ്ട്. അവരെങ്കിൽ ദോഷം തുറന്ന വിഗ്രഹാരാധനയെക്കുറിച്ചാണ് അപ്പോസ്തലൻ അവിടെ ആ ഭാഗത്ത് പറയുന്നത്. തുടർന്ന് പറയുന്നുണ്ട്, ബുദ്ധി കൊണ്ട് മനസ്സിലാക്കുന്നവരൊക്കെ തങ്ങളുടേതായിട്ടുള്ള ബുദ്ധി കൊണ്ട് തങ്ങളുടെ ചിന്തകളെ ഒരു വിഗ്രഹങ്ങളെ പോലെ ആരാധിക്കുന്നവരായിട്ടുണ്ട്. വിഗ്രഹാരാധനയെക്കുറിച്ചാണ് തുടർന്ന് പൗലോസ് അപ്പോസ്തലൻ ആ ഭാഗത്ത് പറയുക. എന്നിട്ട് പറയുന്നത്, ആ വിഗ്രഹാരാധനയെക്കുറിച്ച് പറയാനുള്ള കാരണം എന്താണ്? ഈ ബുദ്ധി കൊണ്ട് മനസ്സിലാക്കിയവർ ബുദ്ധി കൊണ്ടുണ്ടാക്കിയ ചിന്തകളുടെ വിഗ്രഹങ്ങളെ ആരാധിക്കുന്ന ഭോഷന്മാരായിട്ട് മാറും എന്നാണ് അപ്പോസ്തലൻ നമ്മളെ പഠിപ്പിക്കുക. ആയതിനാൽ ദൈവത്തെ ബുദ്ധി കൊണ്ട് മനസ്സിലാക്കാൻ പരിശ്രമിക്കാതെ ഹൃദയം കൊണ്ട്, സ്നേഹം കൊണ്ട് മനസ്സിലാക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ഈ സ്നേഹം കൊണ്ട് മനസ്സിലാക്കിയ പൗലോസ് അപ്പോസ്തലൻ തന്നെ പറയുന്നുണ്ട്, രണ്ടാമത്തെ വായന പറയുന്നുണ്ട്, സ്നേഹത്തിൻ്റെയും ശാന്തിയുടെയും ദൈവം നമ്മുടെ കൂടെ ഉണ്ടാകും. അപ്പോൾ സ്നേഹം കൊണ്ട് മനസ്സിലാക്കുന്നവർക്ക് ദൈവം വിദൂരത്തായിരിക്കുന്നവനല്ല, ദൈവം കൂടെ വസിക്കുന്നവനാണ്, നമ്മുടെ കൂടെ വസിക്കുന്നവനാണ്. തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ച് തൻ്റെ ശ്വാസം തന്നെ അവർക്ക് നൽകിയ ദൈവമാണ്. ആ ദൈവത്തിൻ്റെ സ്വഭാവമാണ് നമ്മുടേത്. ഞാൻ അവിടുത്തെ പുത്രനാണ്, അവിടുത്തെ പുത്രിയാണ്. ത്രിത്വൈക ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ കൂട്ടായ്മയാണ് എൻ്റെ കുടുംബം. സ്നേഹത്തിൻ്റെ സ്വഭാവമാണ് എൻ്റെ സ്വഭാവം.
ഈ സ്വഭാവമില്ലാത്ത, സ്നേഹത്തിൻ്റെ സ്വഭാവമില്ലാത്തവർ തൻ്റേതായിട്ടുള്ള ബുദ്ധി കൊണ്ട്, തൻ്റെ ബുദ്ധിയിൽ അന്ധകാരം നിറഞ്ഞ് അവരുടേതായിട്ടുള്ള പ്രബോധനങ്ങൾ കണ്ടെത്തി ആ പ്രബോധനങ്ങൾക്കനുസരിച്ച് ജീവിക്കുന്ന വിഗ്രഹങ്ങൾ ഹൃദയത്തിൽ പേറുന്നവരായിട്ട് മാറും എന്ന് വചനം നമ്മളെ വെളിപ്പെടുത്തുന്നു. വീണ്ടും ഒന്നാമത്തെ വായനയിൽ ദൈവത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് ഹൃദയം കൊണ്ട് മനസ്സിലാക്കിയ മോശയ്ക്ക് ദൈവം വെളിപ്പെടുത്തുന്നുണ്ട്. പുറപ്പാട് അതിൻ്റെ പുസ്തകം 34 അധ്യായം 6 തിരുവചനം പറയുന്ന, കർത്താവ് കാരുണ്യവാനും കൃപാനിധിയുമായ ദൈവം, കോപിക്കുന്നതിൽ വിമുഖൻ, സ്നേഹത്തിലും വിശ്വസ്തതയിലും അത്യുദാരൻ, തെറ്റുകളും കുറ്റങ്ങളും പാപങ്ങളും ക്ഷമിച്ചുകൊണ്ട് ആയിരങ്ങളോട് കരുണ കാണിക്കുന്നത്. അപ്പോൾ സ്നേഹമാണ്, കാരുണ്യമാണ് അവിടുത്തെ സ്വഭാവം. കരുണ കാണിക്കുന്നവനാണ് അവിടെ നിന്ന് തിരിച്ചറിഞ്ഞ സ്നേഹത്തിൻ്റെ ഭാഷ മനസ്സിലാക്കിയ മോശ ദൈവത്തിന് മുമ്പിൽ മുട്ടുകൾ മടക്കുന്നുണ്ട്. ദൈവത്തിന് മുമ്പിൽ മുട്ടുകൾ മടക്കിയിട്ട് അവൻ ദൈവത്തോട് പറയുന്നുണ്ട്, ദൈവമേ, ഞങ്ങളുടെ കുറ്റങ്ങളും പാപങ്ങളും ക്ഷമിക്കുകയും ഞങ്ങൾ അങ്ങയുടെ സ്വന്തമായി സ്വീകരിക്കുകയും ചെയ്യണമേ. ആയതിനാൽ പ്രിയമുള്ളവരെ, സ്നേഹത്തെ നമുക്ക് തിരിച്ചറിയാൻ പരിശ്രമിക്കാം. ദൈവം സ്നേഹമാണ്, സ്നേഹത്തിൻ്റെ സ്വഭാവമാണ് അവിടുത്തേത്. ആ സ്നേഹത്തിൻ്റെ പൂർണ്ണതയിലാണ് അവിടുന്ന് തൻ്റെ സ്വന്തം മകനെ ലോകത്തിലേക്ക് അയച്ചത്. ആ സ്വന്തം മകനെ, സ്നേഹം തന്നെയായ ക്രിസ്തുവിനെ വിശ്വസിക്കുന്നവനെ രക്ഷ പ്രാപിക്കുക. ഇന്നത്തെ സുവിശേഷത്തിൽ പറയുന്നുണ്ട്, എന്താണ് ദൈവം കാണിച്ച സ്നേഹത്തിൻ്റെ പൂർണ്ണത? തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചു എന്നതാണ്. അയച്ചത് ശിക്ഷയ്ക്ക് വിധിക്കാനല്ല, അവൻ വഴി ലോകം രക്ഷ പ്രാപിക്കാനാണ്. വിശ്വസിക്കുന്നവൻ ശിക്ഷിക്കപ്പെടുകയില്ല, വിശ്വസിക്കാത്തവൻ ശിക്ഷിക്കപ്പെടും. സ്നേഹമുള്ളവരെ, ത്രിത്വൈക ദൈവത്തിലുള്ള വിശ്വാസം നമ്മൾ ആഴപ്പെടുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ഹൃദയം കൊണ്ട് മനസ്സിലാക്കാൻ പരിശ്രമിക്കാം. ഹൃദയം കൊണ്ട്, സ്നേഹം കൊണ്ട് വെളിപ്പെടുത്തുന്ന യേശുവിൻ്റെ ആ സ്നേഹത്തിൻ്റെ സ്വഭാവം സ്വീകരിച്ചുകൊണ്ട് നമ്മൾ ഓരോ ദിവസവും യേശുവിൽ വിശ്വസിക്കുന്നവരായിട്ട് മാറുമ്പോൾ യേശുവിലൂടെ രക്ഷ നമുക്ക് ലഭിക്കും. യേശുവിലൂടെ ത്രിത്വൈക ദൈവത്തിൻ്റെ വലിയ രഹസ്യത്തെ മനസ്സിലാക്കുവാനും ധ്യാനിക്കുവാനും സാധിക്കും. ഹൃദയം കൊണ്ട് അടുത്തറിയുവാൻ സാധിക്കും. ഹൃദയം കൊണ്ട് ജീവിക്കുവാൻ നമ്മളെ സാധിക്കും. ഈ നല്ല ദിനത്തിൽ, ത്രിത്വൈക ദൈവത്തിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്ന ഈ ദിവസം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നിങ്ങൾ അനുഗ്രഹിക്കുമാറാകട്ടെ. കുറച്ച് സമയം ദൈവത്തിൻ്റെ സന്നിധിയിൽ ആരാധനാപൂർവ്വം നമുക്ക് ആയിരിക്കാം. കുറച്ച് സമയം ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്ക് ആരാധന അർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥനാപൂർവ്വം ആയിരിക്കാം. പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അനാദികാലം മുതലേ, ലോകത്തിൻ്റെ സൃഷ്ടിക്ക് മുമ്പേ ത്രിത്വൈക ദൈവത്തിൽ വസിക്കുന്ന, ഇന്നും ഞങ്ങളുടെ കൂടെ വസിക്കുന്ന പരിശുദ്ധ പരമദിവ്യകാരുണ്യനാഥ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം ഞങ്ങൾക്ക് മനസ്സിലാക്കി തന്ന് ഞങ്ങളോടുള്ള സ്നേഹത്തെ പ്രതി കുരിശിലേറി, ഞങ്ങളുടെ സ്നേഹത്തെ പ്രതി ഇന്നും ഈ ഭൂമിയിൽ തിരുവോസ്തിയിൽ ജീവിക്കുന്ന പരിശുദ്ധ പരമദിവ്യകാരുണ്യനാഥ, സഹായകനായ ആത്മാവിൻ്റെ കൃപാവരത്തോടുകൂടെ ദൈവത്തെ കൂടുതൽ അറിയുവാനും ത്രിത്വൈക ദൈവത്തിൻ്റെ സ്നേഹത്തിൽ വളരുവാനും ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ. ത്രിത്വൈക ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും, സ്നേഹത്തിൻ്റെ ഛായയും സാദൃശ്യത്തിലും സൃഷ്ടിച്ച ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങയുടെ മകനും മകളുമായി സ്നേഹത്തിൽ എന്നും വളർത്തണമേ. ത്രിത്വൈക ദൈവത്തിൻ്റെ കൂട്ടായ്മയിലുള്ള ആ കുടുംബാന്തരീക്ഷത്തിൽ വളരുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. സ്നേഹത്തിൻ്റെ സ്വഭാവത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ. അങ്ങയെ സ്നേഹിക്കുവാനായിട്ട് ഞങ്ങളുടെ ബുദ്ധി കൊണ്ട് മനസ്സിലാക്കി സ്നേഹിക്കാതിരിക്കുവാനും ഹൃദയം കൊണ്ട് മനസ്സിലാക്കി സ്നേഹിക്കുവാൻ ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ. പരിശുദ്ധ പരമാദിവ്യകാരുണ്യനാഥ, അങ്ങേക്ക് ആരാധനയും മഹത്വവും സ്തുതിയും നന്ദിയും സമർപ്പിക്കുന്നു.